ക്ഷേത്രസമിതിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗിരീഷ് മേക്കാട്ട് അവറുകൾ, ബഹുമാനപ്പെട്ട റംല, എൻ്റെ ആലപ്പുഴയിലെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ബിപിൻ സി ബാബു, കേരള കോൺഗ്രസിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്ന് പ്രോട്ടോകോൾ അനുസരിച്ച് നോബൽ ചേട്ടന്റെ പേര് ആദ്യം പറയേണ്ടതാണ്. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് അഖിലേന്ത്യാ ലീഡറായിട്ട് മാറിയിട്ടുള്ള ശ്രീ നോബൽ, അഡ്വക്കേറ്റ് നോബൽ അവറുകൾ, അതുപോലെ എന്റെ യുവമോർച്ചയിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ട അശോക് കുമാർ, പ്രിയപ്പെട്ട ദാസേട്ടൻ, എന്റെ മുന്നിലുള്ള സ്നേഹനിധികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. സ്ഥാനാർത്ഥി ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. വളരെ വിശദമായിട്ടുള്ള പ്രസംഗങ്ങൾ പല ആളുകളും ഈ വേദിയിൽ നടത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. ഒരാവശ്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം തോന്നുകയാണ്, നാളിതുവരെ തന്റെ കൂടെ തന്റെ എല്ലാ തെറ്റുകൾക്കും സഹായം ചെയ്തിരുന്ന, തനിക്ക് കുടവിരിച്ചിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആള് ശരിയല്ല. പിണറായി വിജയന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നോക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ല, മറിച്ച് മരുമകൻ റിയാസ് ആണ് എന്ന് നിലമ്പൂരിലെ MLA അൻവർ കാക്കയ്ക്ക് തോന്നുകയാണ്. ഒരു ദിവസം അൻവർ കാക്കയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു. രാജിക്കത്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് മുഴുവൻ മാധ്യമങ്ങളിലൂടെയുള്ള യുദ്ധമാണ്. എന്തൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് ശ്രീമാൻ അൻവർ നിങ്ങളോട് സംസാരിച്ചത്, കേരളത്തോട് സംസാരിച്ചത്? ഈ സ്ഥലത്തെ നിലമ്പൂരിലെ ഏതെങ്കിലും ഒരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരൽപ്പം സ്വത്ത് ചോദിച്ചു, അല്ലെങ്കിൽ ഒരൽപ്പം വിഹിതം ചോദിച്ചു, സഹായം ചോദിച്ചു ഏതെങ്കിലും ഒരു MP-യോട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ഒരു MP-യോട്, അല്ലെങ്കിൽ ഒരു മന്ത്രിയോട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട്. അതിന്റെ പേരിലല്ല നിലമ്പൂരിലെ ശ്രീമാൻ അൻവർ രാജിക്കത്ത് കൊടുത്തത്. എന്തിനായിരുന്നു? അൻവർ തന്നെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു, മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അൻവർ പറഞ്ഞത്, ഞാൻ ദക്ഷിണാഫ്രിക്കയില് 20,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 1 കോടി എണ്ണാൻ സമയം എത്ര വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 20,000 കോടി രൂപ ദക്ഷിണാഫ്രിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് കച്ചവടം ചെയ്തിട്ടാണ് 20,000 കോടി രൂപ ഉണ്ടാക്കിയത്? അതൊറ്റയ്ക്ക് അൻവറിന്റെ പോക്കറ്റിലെ പണമാണോ? ഒരു മനുഷ്യൻ എത്ര കാലം അധ്വാനിച്ചാൽ 20,000 കോടി രൂപ ഉണ്ടാകുമെന്ന് ഈ അങ്ങാടിയിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ആരുടെ പണമാണ്? അപ്പൊ എന്താ കാര്യം? കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത, പാവപ്പെട്ടവന്റെ വയലേലകളിലെ പാട്ട് പാടിച്ച സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെയാണ് എന്റെ പാർട്ടി എന്ന് പറഞ്ഞ, ഒരു കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചങ്ക് പകുത്തു കൊടുത്ത AK ഗോപാലന്റെ പാർട്ടി, കൃഷ്ണപിള്ളയുടെ പാർട്ടി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി, പ്രിയപ്പെട്ടവരെ, ആ പാർട്ടിയുടെ തലപ്പത്തേക്ക്, ആ പാർട്ടിയുടെ അന്തകവിത്തായിട്ടുള്ള കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച മിസ്റ്റർ പിണറായി വിജയൻ കടന്നു വന്നപ്പോ ഈ പാർട്ടിയിൽ പാവപ്പെട്ടവനെ പാർശ്വവൽക്കരിച്ചു. പാർശ്വവൽക്കരിച്ച പാവപ്പെട്ടവന് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ വേണ്ടി നിയമസഭയ്ക്കകത്ത് നാട്ടിൽ നിന്ന് നിവർത്തി നിന്നുകൊണ്ട് സംസാരിച്ചതിന്റെ പേരിലാണോ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായത്? ആണോ? ഇവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ വിഷയം അത് കേരള നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കാർഷിക വകുപ്പ് മന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അൻവർ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണോ രാജിക്കത്ത് കൊടുത്തത്, രാജിവെച്ചത്? അല്ല. എന്താ സംഭവിച്ചത്? പിണറായി വിജയന്റെ കഥകൾ, കേരള മുഖ്യമന്ത്രിയുടെ കഥകൾ കൃത്യമായി അറിയാമായിരുന്ന ശ്രീമാൻ അൻവർ അതിന് കൂട്ടുകിട്ടിയപ്പോ ആ സമയത്ത് അതെല്ലാം മൂടി വെച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരോടൊപ്പം കഴിവും പ്രാപ്തിയുമുള്ള മന്ത്രിമാരെ
മുൻകാലത്തെ മന്ത്രിമാരെ ഈവൻ ശ്രീമാൻ സുധാകരനെ വരെ വീട്ടിലിരുത്തിക്കൊണ്ട് അഴിമതിയുടെ കറപുരളാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോഡ് വികസനത്തെ കുറിച്ച് നോക്കിക്കൊണ്ടിരുന്ന ആ സുധാകരൻ സാറിനെ വരെ വീട്ടിലിരുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ ആ രണ്ടാം മന്ത്രിസഭയ്ക്ക് എല്ലാ വഴിവിട്ട സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങളിൽ നയം മാറ്റം വരുത്തി. അതാണ് അൻവർ രാജിവെക്കാൻ കാരണം. മലപ്പുറം ജില്ലക്കാർക്ക് വേണ്ടിയല്ല രാജിവെച്ചത്, ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടിയല്ല രാജിവെച്ചത്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ റോഡ് ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല രാജിവെച്ചത്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുസ്ലിം ജനസാമാന്യം ബഹുഭൂരിപക്ഷം വരുന്ന വിദേശത്ത് പോയി പണിയെടുത്ത് തന്റെ ഉമ്മയെയും തന്റെ ഭാര്യയെയും ജനിച്ചു വീണ കുഞ്ഞിനെയും വരെ കാണാൻ 3 വയസ്സും 4 വയസ്സും കാത്തുനിന്ന് 4 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കൂര കെട്ടിയുണ്ടാക്കി അവിടെ ജീവിച്ച വിദേശ മലയാളിക്ക് വേണ്ടിയല്ല രാജിവെച്ചത്. ആർക്ക് വേണ്ടിയാണ് രാജിവെച്ചത്? സ്വന്തം സാമ്രാജ്യത്തിലെ പണക്കൂമ്പാരം എണ്ണി നോക്കിയപ്പോ അത് മുന്നോട്ട് പോകാനുള്ള വഴി കാണാതെ ഈ കള്ളക്കടത്ത് സ്വത്ത് വിഹിതം അത് പങ്കുവെക്കുന്നതിലെ തർക്കം കൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കരണക്കുറ്റിക്ക് 2 കൊടുത്ത് നിലമ്പൂരിലെ MLA രാജിക്കത്ത് കൊടുത്തത്. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ? ആ ചോദ്യം ഇവിടെ ഉയരുമ്പോൾ അതിന് കാരണക്കാരനായ അദ്ദേഹത്തെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് വളർത്തി ഇടുക്കിയിൽ ഒരു MM മണി, ലംബോദരൻ, ഇവരൊക്കെയാണ് പിണറായി വിജയന്റെ സ്വത്തിന് കാവൽ നിൽക്കുന്ന ഭൂതങ്ങൾ. മലപ്പുറം ജില്ലയിൽ പിണറായി വിജയന്റെ സ്വത്തുവകകൾക്ക്, ബിനാമി സ്വത്തുവകകൾക്ക് കാവൽ നിൽക്കുന്ന ഒരു കുട്ടിഭൂതമായിരുന്നു ശ്രീമാൻ അൻവർ. ഇത് പറയുമ്പോ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അങ്ങനെ നിധി കാക്കുന്ന ഭൂതങ്ങളെ പലരെയും അവരോട് നന്ദി കാണിക്കാതെ, അവരോട് സ്നേഹം കാണിക്കാതെ, അവരോട് കാരുണ്യം കാണിക്കാതെ, സമയത്തിനും സന്ദർഭത്തിനും പുറങ്കാലി കൊണ്ടടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് പോലും പറയാൻ സാധിക്കാത്ത കക്കൂസിനെതിരെ സമരം നടത്തിച്ചു. സഖാക്കളെ കൊണ്ട് പാടത്തെ ട്രാക്ടറിനെതിരെ സമരം നടത്തിച്ചു. ഇവിടത്തെ മൊബൈൽ ഫോണിനെതിരെ സമരം നടത്തിച്ചു. ഏതെങ്കിലും ഒരു നല്ല വ്യവസായം വന്നാൽ അതിന്റെ മുന്നിൽ ചുമന്ന കൊടി കുത്തിച്ചുകൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നാട് നന്നാകാതിരിക്കാൻ സമരം നടത്തിച്ച് സ്വന്തം മകൾക്ക് 600 കോടിയുടെ ആസ്തി, സ്വന്തം മകന് മാത്രമല്ല മകൻ അമ്മായി അപ്പന് നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ അവസരം കൊടുത്തു. പിന്നെയോ 2 പോക്കറ്റിലും ആപ്പിൾ ഫോൺ, സ്വകാര്യ വിമാനത്തിൽ മാത്രം യാത്ര, അതിന് യാതൊരു പ്രശ്നവുമില്ല. എന്നോടും നിങ്ങളോടും പറഞ്ഞു മുതലാളിമാർക്കെതിരെ സമരം. പാവപ്പെട്ടവരുടെ പാർട്ടി എന്ത് മണ്ണങ്കട്ടയാണ് പാവപ്പെട്ടവരുടെ പാർട്ടി. പാവപ്പെട്ടവരുടെ പാർട്ടിക്കാരൻ കേരളത്തിൽ 9 വർഷക്കാലം ഈ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ട് സാധാരണക്കാരായിട്ടുള്ള ആശാപ്രവർത്തകരായിട്ടുള്ള അമ്മമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തിയപ്പോ 100 രൂപ കൂട്ടിക്കൊടുക്കാൻ പറ്റാത്ത, ആരോഗ്യ വകുപ്പിനെ മാനം മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത, ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന നെഗറ്റീവ് മാത്രമായി മാറിയിട്ടുള്ള, വീണയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വികാരവും വിചാരവും മനസ്സിലാക്കാൻ സാധിക്കാത്ത, എന്നാൽ പിണറായി വിജയനെല്ലാം മനസ്സിലാവും. പിണറായി വിജയന്റെ മകളുടെ മൂക്കിന്റെ തുമ്പ് വേർത്താൽ പിണറായി വിജയന് മനസ്സിലാവും. മകൻ വിവേകിന് ബുദ്ധിമുട്ടുണ്ടായാൽ മനസ്സിലാകും. മകളുടെ കുട്ടി അതിന് കുളം നിർമ്മിക്കണം, സെക്രട്ടേറിയറ്റിന്റെ മുന്നില് നല്ല നല്ല നവീകരണങ്ങൾ നടത്തണം, ലക്ഷക്കണക്കിന് രൂപയാണ്. തോമസ് ഐസക് തോർത്തുമുണ്ട് വാങ്ങിയാൽ ഈ അങ്ങാടിയിൽ നിൽക്കുന്നവര് ഖജനാവിൽ നിന്ന് 150 രൂപ കൊടുക്കണം. കൊടുത്തു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തോമസ് ഐസക് സുഖചികിത്സയ്ക്ക് പോയപ്പോ നിങ്ങളാണ് 150 രൂപ കൊടുത്തത്. ശൈലജ ടീച്ചറെ കണ്ണട വാങ്ങി നിങ്ങളുടെ പൈസക്കാണ്. ഇവിടെ എല്ലാവരും MP രാജേഷ്, മറ്റൊരു രാകേഷ്, കണ്ണൂരിലെ രാകേഷ്, പിന്നെ നമ്മുടെ ബിജു, ആലത്തൂരിലെ ബിജു, എല്ലാവരും പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാവരുടെയും ഭാര്യമാർക്ക് ജോലി വേണം. ആശാ വർക്കേഴ്സിന് ശമ്പളമില്ല. PSCയിലൂടെ ഒരാൾക്കും ജോലി കൊടുക്കുന്നില്ല. PSCയിലൂടെ പഠിച്ച് റാങ്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾ തിരുവനന്തപുരത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഇവർക്ക് ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? എന്താ ദുഃഖമില്ലാത്തത്? രാജേഷിന്റെ ഭാര്യ പറഞ്ഞു
രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്കും വേണ്ടേ? അങ്ങനെ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി, രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി. അപ്പൊ ബിജു പറഞ്ഞു, ചിന്തയ്ക്ക് വാഴക്കൊല പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ചിന്തയ്ക്ക് ഡോക്ടറേറ്റ്. അപ്പൊ ബിജു പറഞ്ഞു ബിജുവിനും വേണം ഒരു ഡോക്ടറേറ്റ്. അപ്പൊ ബിജുവിന് കെമിസ്ട്രിയിൽ ഒരു ഡോക്ടറേറ്റ്. എന്താ കാരണം? കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയെ രക്ഷിക്കാൻ മൊഴി മാറ്റിക്കൊടുത്ത ബിജുവിന് അർഹമായ അംഗീകാരം ബിജുവിന് ഡോക്ടറേറ്റ് കൊടുത്തു. പിന്നെ ഹൈന്ദവ ആരാധനാക്രമങ്ങളെ മുഴുവൻ തെരുവിൽ തെറി പറഞ്ഞ സ്വരാജിന് അങ്ങനെ നിലമ്പൂരിൽ ഒരു മത്സരിക്കാനുള്ള ഒരു ചാൻസ്. പിന്നെയോ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെയും കുടുംബാംഗങ്ങൾ, ഭാര്യമാർ, മക്കൾ എല്ലാവർക്കും ജോലി. PSCയിലെ മെമ്പർമാർക്ക് ശമ്പള വർധന, ഗവർണറുടെ ശമ്പളത്തെക്കാൾ മുന്തിയ ശമ്പളം PSC ചെയർമാന് കൊടുത്തു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. എന്തെങ്കിലും ചോദ്യം ചെയ്തതിന്റെ പേരിലാണോ ഈ ഉപതെരഞ്ഞെടുപ്പ്? അല്ല, ഇതൊന്നും ചോദ്യം ചെയ്തതിന്റെ പേരിലല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ MLA പിണറായി വിജയന്റെ സ്വത്തിന് കാവൽ നിൽക്കുമ്പോൾ അർഹമായ അംഗീകാരം കൊടുക്കാതെ, വേണ്ട രീതിയിൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ റിയാസ് വീട്ടിലെ ജോലിക്കാരനെ പോലെ പെരുമാറിയത് കൊണ്ടുണ്ടായ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്? ആരാ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ്? ഇപ്പൊ എന്താ സ്ഥിതി? രാജിവെച്ചയാള് UDFനെ സ്വീകരിക്കാൻ പോയി, UDFന് ചേക്കേറാൻ പോയി. BD സതീശന്റെ പരിപാടി എന്താ? BD സതീശന്റെ പരിപാടി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ രക്ഷിക്കലല്ല, കോൺഗ്രസിലെ ഇപ്പൊ KPCCയുടെ അധ്യക്ഷനെ സഹായിക്കലല്ല. ശ്രീമാൻ BD സതീശൻ പിണറായി വിജയന്റെ മുത്താണ്. കേരള നിയമസഭയിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള സർവത്ര പദ്ധതികളും പരിപാടികളുമായിട്ടാണ് കോൺഗ്രസിന്റെ ലീഡർ BD സതീശൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ചെവി കൊടുക്കാതെ BD സതീശൻ അൻവറിനെ ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയാക്കി മാറ്റാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തുകൊണ്ട് BD സതീശൻ കോൺഗ്രസിന്റെ നെഗറ്റീവ് ചിന്തകനായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് ഈ നാടിനെ മാറ്റണം. അപ്പൊ ചോദിക്കും, ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ ജയിക്കുമോ? നമ്മളിങ്ങനെ കുറേശ്ശെ പ്രവർത്തിച്ചിട്ടാണ്. 20 കൊല്ലം മുമ്പ് ഞാൻ ഈ അങ്ങാടിയിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. 20 വർഷം മുമ്പ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നാരായണ മാസ്റ്റർക്ക് ഓർമ്മയുണ്ടാവും. 20 വർഷം മുമ്പ് ഈ അങ്ങാടിയിൽ പ്രസംഗിക്കുമ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് 4 പ്രവർത്തകന്മാര് തികച്ച് ഞങ്ങൾക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ എണ്ണിയെടുക്കാനില്ലാത്ത ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് നിങ്ങളുടെ ഒരു വോട്ടെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ മുന്നോട്ടു പോക്കിന്റെ സമ്മാനമായിട്ടായിരിക്കണമെന്നുള്ള സൂചനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ദാരുണമായിട്ടുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ടായി. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ആ വീട്ടിലേക്ക് ഞാൻ ചെന്നു. എനിക്ക് അവിടുത്തെ കാഴ്ച കാണാൻ സാധിച്ചു. റോഡില്ല. അതെന്താ അങ്ങനെ ഇല്ലാത്തത്? നിങ്ങൾ എത്ര കാലമായി ഭരിക്കുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ പഞ്ചായത്ത് ഭരണം നടത്തുമ്പോ പാവപ്പെട്ട SC വിഭാഗക്കാരൻ ജീവിക്കുന്ന കോളനികളിലേക്ക് എന്താ വീടില്ലാത്തത്? ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പദ്ധതി ഉണ്ടല്ലോ. എന്താണ്? ഗ്രാമീണ സഡക് യോജന പദ്ധതി. ഗ്രാമങ്ങളിൽ നിന്ന് റോഡുകൾ പൊതുനിരത്തിലേക്ക് വെട്ടിക്കൊടുക്കാൻ വേണ്ടി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരുടെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്താതിരുന്നത്? നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് റോഡില്ലാത്ത വഴിയിലൂടെ ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ BSc പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട്, ജോലിയില്ല. കാരണം എന്താ? ജോലി കിട്ടില്ല. റാങ്ക് കിട്ടിയാലും 1ാം റാങ്ക് കിട്ടിയാലും നിങ്ങൾ 22ാം റാങ്കുകാരിയാക്കി PSC മാറ്റും. അതിനാണ് ഈ കേരളത്തിൽ വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിൽ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് PSCയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന പിൻവാതിൽ നിയമനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും ഒരുമിച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത്.
മരിച്ചു പോയിട്ടുള്ള അനന്തുവിന്റെ സഹോദരിക്ക് BSc ഫിസിക്സ് പഠിക്കാൻ സാധിച്ചു, പക്ഷെ ജോലിയില്ല. മറ്റൊരനുജത്തി ഡിഗ്രി പഠിക്കുന്നുണ്ട്, അവൾക്കും ജോലിയില്ല. കിട്ടണമെങ്കിൽ പിൻവാതിൽ നിയമനം വരണം. കിട്ടണമെങ്കിൽ PSC മെമ്പറുടെ കാല് പിടിക്കണം. നിങ്ങൾ കൈക്കൂലി കൊടുക്കണം. 40 ലക്ഷവും 50 ലക്ഷവും കൊടുത്താൽ ഒരാൾക്ക് ഡോക്ടർ, ഒരാൾക്ക് ടീച്ചറാകാം. ഹൈസ്കൂൾ വരെ. കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ 70 ലക്ഷവും 75 ലക്ഷവും കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ആ സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത്? കോൺഗ്രസ്സുകാരൻ. ഇന്ത്യ ഭരിച്ചിട്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ സാധിക്കാതെ ആ കോൺഗ്രസ് രാജ്യത്തെ 60 കൊല്ലം ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചു നിൽക്കുന്ന ദരിദ്ര നാരായണന്മാരുടെ നാടായിരുന്നു ഭാരതം. അവിടെ നിന്നാണ് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിക്ക് ഒരവസരം കിട്ടി. അത് നരേന്ദ്രമോദിയുടെ പൂർവികനായിരുന്നു. ആ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അന്നാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വൈസ് ചാൻസലറെ തേടി ഒരു ഫോൺ കോൾ വന്നു. എന്തിനാണെന്നറിയുമോ? RSSകാരനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിക്കുമ്പോ രാഷ്ട്രപതിയായിട്ട് നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്ന മുസൽമാനെ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ രാഷ്ട്രപതിയായി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വൈസ് ചാൻസലറുടെ അരികിലേക്ക് ഫോൺ കോൾ വന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ. നിങ്ങൾ പറഞ്ഞില്ലേ RSS മുസ്ലിമിനെതിരാണ്, RSS ക്രിസ്ത്യാനിക്കെതിരാണ് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചുവെങ്കിൽ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്ന അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്ന മുസൽമാൻ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി പദവിയിലേക്ക് കടന്നു വന്നു. ആ മുസൽമാൻ അന്വേഷിച്ചു കോൾ വന്നു, രാഷ്ട്രപതിയായി. അതിനുശേഷം നമ്മുടെ നാട് എല്ലാവർക്കും സർവശിക്ഷ അഭിയാൻ, കോളനികളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏകാധ്യാപക പാഠശാല, സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകളുടെ ചുമരിന് മുകളിൽ ഒരു നല്ല പെൻസിൽ വരച്ചു വെച്ചിട്ടുണ്ടാകും. അത് വാജ്പേയിയുടെ പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി, അത് വാജ്പേയിയുടെ പദ്ധതിയാണ്. കേരളത്തിലെ 146 പദ്ധതികൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ വ്യവസായം നടത്തുന്നവർക്കും പുരോഗമനവാദികൾക്കും എല്ലാവർക്കും ചേർന്നുകൊണ്ട് 140-ലധികം വരുന്ന പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ പൂർവികനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ഒരുക്കി കൊടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാധനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രകൃതിയും അനുഗ്രഹിക്കുമെന്ന് മഴയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അന്ന് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. മുസ്ലിം ന്യൂനപക്ഷത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമ്മൾ ഈ നാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ചു, നമ്മൾ മുന്നോട്ട് പോയി. അമേരിക്കയുടെ ഉപരോധത്തെ വരെ ആരാധനായ അടൽ ബിഹാരി വാജ്പേയി കൈകാര്യം ചെയ്തു. അന്ന് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു അമേരിക്കയോട്, നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു എന്താണെന്നറിയുമോ? നമ്മുടെ നാടിൽ പൊക്രാനിൽ ഒരാണവ വിസ്ഫോടനം നമ്മൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ് ആണവ വിസ്ഫോടനം നടത്തുന്നത്? നമ്മുടെ രാജ്യം ആണവ ശക്തി രാഷ്ട്രമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ആ വിസ്ഫോടനം നടത്തുമ്പോ ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ നല്ലവനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ നാട്ടിൽ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാരനും നിലമ്പൂരിലെ കോൺഗ്രസുകാരനും നിലമ്പൂരിലെ ലീഗുകാരനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു? ഒന്നാം UPA ഗവൺമെന്റിനെ, നമ്മുടെ അന്ന് ശ്രീമാൻ സുർജിത്ത് വരെയുള്ള കാലമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ വൃന്ദ കാരാട്ടും സീതാറാം യെച്ചൂരിയും സുർജിത്തും ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ശ്രീരാമകൃഷ്ണൻ അവറുകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒന്നാം UPA ഗവൺമെന്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചിട്ട് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് 5 കൊല്ലം രാജ്യം മുന്നോട്ട് പോയി. പിന്നെന്തായി? പിന്നെ നാട് മുഴുവൻ ഇത് ചർച്ച ചെയ്തു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടവലങ്ങ പോലെ താഴേക്ക് വളർന്നു. അവരുടെ എണ്ണം പരിമിതമായി. അവരൊരു കപ്പലണ്ടി പൊതി വാങ്ങി
അത് പാർലമെന്റിൽ ഇരുന്ന് കഴിക്കാവുന്ന ആളുകളുടെ എണ്ണം മാത്രമായി അവർ ചുരുങ്ങി. അപ്പൊ പിണറായി വിജയനോട് അച്യുതാനന്ദൻ പറഞ്ഞു, ഈ കളി തീക്കളിയാണ്, നിങ്ങൾ അങ്ങനെ പുറമേ നിന്ന് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ, കോൺഗ്രസുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ഇല്ലാതായി പോകും. തെറ്റുതിരുത്തണമെന്ന് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. തെറ്റുതിരുത്തണമെന്ന് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടപ്പോ അച്യുതാനന്ദൻ ഇരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വേദിയിൽ അച്യുതാനന്ദനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സ്വരാജ് ആവശ്യപ്പെട്ടു. അങ്ങനെ കരഞ്ഞ് ഹൃദയം പൊട്ടി അച്യുതാനന്ദൻ പാർട്ടി ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ദയനീയ ചിത്രം എന്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസുമായിട്ട് ചേർന്നാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ത്യമായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞ അച്യുതാനന്ദന്റെ വാക്കുകളെ ഉൾക്കൊള്ളാതെ ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി രഹസ്യമായും പരസ്യമായും ബന്ധവുമുണ്ടാക്കി 5 കൊല്ലം ഭരണം കഴിഞ്ഞപ്പോ തോന്നി എന്നാ പിന്നെ പിന്തുണ പിൻവലിക്കാം. അങ്ങനെ പിന്തുണ പിൻവലിച്ചു. എന്നാലോ ഈ കോയമ്പത്തൂര് പാലക്കാട് കഴിഞ്ഞാൽ സ്നേഹം, മംഗലാപുരത്തെത്തിയാൽ സ്നേഹം, ഡൽഹിയിലെത്തിയാൽ സ്നേഹം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത്, അസംബ്ലിയിൽ 7 പേർ എങ്ങനെ പരാജയപ്പെട്ടു, എങ്ങനെ നിയമസഭയുടെ അകത്ത് കടക്കാൻ പറ്റാതായി. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഇപ്പോ ശോഭ ജയിച്ച് നിയമസഭയിൽ പോകണ്ട, കുറച്ച് വോട്ട് മറച്ചു കൊടുത്തു. സുരേന്ദ്രനെ തോൽപ്പിച്ചു, കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു, ഒ രാജഗോപാലനെ വരെ ഒരു ഘട്ടത്തിൽ തോൽപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം, അതിന്റെ തൊട്ടു മുമ്പും 2ാം സ്ഥാനം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ കേരള നിയമസഭയ്ക്കകത്ത് വരാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവം അവിശുദ്ധ സഖ്യമുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ 7 പേരെ പുറത്തിരുത്തി. എന്താ ഉണ്ടായത്? സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തു, മാഫിയകൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ന് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന, അവിടെ ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, മുസ്ലിം പെൺകുട്ടിയാകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യനാകട്ടെ, നമ്മുടെ മക്കൾ ലഹരിക്കടത്തുകാരാക്കി മാറ്റി. നമ്മുടെ നാട്ടിലെ പോലീസ് അധികാരികളിൽ ചിലർ ഇവിടുത്തെ മാഫിയകൾക്ക്, ലഹരി മരുന്ന് മാഫിയകൾക്ക് കാവൽ നിൽക്കുന്നു. MDA പോലുള്ള, അതിന്റെ പേര് പോലും പറയാൻ കിട്ടില്ല, MDMA പോലുള്ള സ്റ്റിക്കറാണ് അത്ര മയക്കുമരുന്ന്. അങ്ങനെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ പുസ്തകത്തിനിടയിലും ചോറ്റുപാത്രം കൊണ്ടുപോകുന്ന ചോറ്റുപാത്രത്തിനിടയിൽ ബാഗിലുമൊക്കെ വെച്ച് കുട്ടികൾ ക്ലാസ് മുറികളിലേക്ക് പോകുന്ന നാടാക്കി ഈ കേരളത്തെ മാറ്റി. എവിടെ വേണമെങ്കിലും ലഹരിയുടെ സാന്നിധ്യം കാണുകയാണ്. എവിടെ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു, ഒരുത്തനെയും പിടിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിൽ പ്രിയപ്പെട്ടവരെ, BJPയുടെ ഒരു 7 പേർ ഞങ്ങൾ നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ടല്ലോ, പിണറായി വിജയന്റെയും VD സതീശന്റെയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ തുറന്നെതിർക്കാൻ സാധിക്കുമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും അവിശുദ്ധ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുന്നോട്ട് പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ തൊട്ടറിഞ്ഞുകൂടാ എന്നുള്ള ചോദ്യം ചോദിക്കാനാണ് എന്റെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അത് കാണാനിടയായി. ആ കുട്ടി മരിച്ചപ്പോ അതില് ചില ആളുകൾ പറഞ്ഞു, എന്താണെന്നറിയുമോ, അത് കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെ കുഴപ്പമാണ്. അപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ടാണ് ഈ നിയമം ഈ രീതിയിലായത്. അപ്പൊ ഇന്ന് രാവിലെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്ജി, അദ്ദേഹത്തിന് ഒരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദ്യം ചോദിച്ചു. ആ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന് 4 പ്ലാവ് നടാൻ അറിവുള്ള ഒരു 4 മാവിന്റെ തൈയിൽ കണ്ടാൽ അതെന്താണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരാളെ ഈ വകുപ്പിന്റെ ചുമതല കൊടുക്കണം. കാടും മരങ്ങളും പുഴയും മലകളും തിരിച്ചറിയാൻ സാധിക്കാത്ത ശശീന്ദ്രൻ ഈ വകുപ്പിന്റെ മന്ത്രിയായതുകൊണ്ടാണ് 8ാം വാർഡിൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഈ കാലഘട്ടത്തിൽ 10ാം വാർഡില്
പാവപ്പെട്ട ആ പിഞ്ചു കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടത്. മന്ത്രിക്ക് ഈ നാട്ടിലെ തന്റെ കയ്യിലുള്ള വകുപ്പിനെ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 11A പ്രകാരം വേട്ടയാടൽ, മൃഗങ്ങളെ പിടിക്കൽ, മൃഗങ്ങളെ ട്രാൻസ്ലോക്കേഷൻ, അവരെ മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയവയ്ക്കായി അനുമതി നൽകിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. അതെന്താ ഈ മന്ത്രിക്ക് അറിയില്ലേ? വയനാടിലെ മനുഷ്യർ മരിച്ചപ്പോ, ആ മനുഷ്യർ മരിക്കുമ്പോ ഈ നിയമം പഠിച്ചിട്ടാണോ വകുപ്പ് മന്ത്രി ഇരിക്കുന്നത്? വകുപ്പ് മന്ത്രി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് കളവ് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആ മന്ത്രി ഒന്ന് പഠിക്കണം. മന്ത്രി എങ്ങനെ പഠിക്കും? ആ വനത്തിനകത്ത്, വയനാട്ടില് കാടിനകത്ത് കയറിയിട്ട് ഇഷ്ടം പോലെ മരം മുറിച്ചു മാറ്റിയവർക്ക് അവാർഡ്, മരം മുറിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ, ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു വയനാട് കാട്ടില്. ആ മനുഷ്യനെ ഇപ്പോ പെട്ടെന്നൊരു ട്രാൻസ്ഫർ, അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അപ്പം നല്ലത് ചെയ്തവരെ സ്ഥലം മാറ്റുക, പീഡിപ്പിക്കുക, തെറ്റ് ചെയ്തവർക്ക് താമ്രപത്രം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ വകുപ്പ് മന്ത്രി കാരണമാണ് വീണ്ടും ഒരു മരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് വന്യജീവി സംഘർഷ നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുടെ ആവശ്യമേ ഇല്ല. ഷെഡ്യൂൾ 2-ൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വന്യജീവികൾക്ക് കേസുകളിൽ സംസ്ഥാന സർക്കാർ, വൈൽഡ് ലൈഫ് വാർഡൻ അല്ലെങ്കിൽ അധികാരപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പിലെ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടാൻ അനുമതി നൽകാൻ അധികാരമുണ്ട്. ഇത് കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. പത്രക്കാര് ചോദ്യത്തിന്റെ മറുപടിയായിട്ട്, ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഇത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കാത്തത്? അതല്ലേ ചോദ്യം? ആ ചോദ്യമല്ലേ നിയമസഭയിൽ ശ്രീമാൻ വി ഡി സതീശൻ ചോദിക്കേണ്ടത്? ആ ചോദ്യമല്ലേ വയനാടിൽ എന്റെയും നിങ്ങളുടെയും സഹോദരൻ വന്യജീവി ആക്രമത്തിൽ മരണപ്പെട്ടപ്പോ എണീറ്റ് നിന്നുകൊണ്ട് ചോദിക്കണ്ടേ? വനാവകാശ നിയമത്തിൽ കേന്ദ്രം കൊടുത്തിട്ടുള്ള ഇളവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തേ കേരളത്തിലെ കർഷകന്മാരെ സംരക്ഷിക്കാൻ, മനുഷ്യരെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യം നിയമസഭയിൽ ചോദിക്കാൻ തന്റെ ഇടമില്ലാത്തതും സാധിക്കാത്തത് കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വകുപ്പ് മന്ത്രിക്ക് ഇത്രയും കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി ഡൽഹിയിൽ പറയേണ്ടി വന്നത്. ഞാൻ എന്റെ കൂടുതൽ വാക്കുകളിലേക്ക് കടക്കുന്നില്ല. എന്റെ വാക്കുകൾ കേൾക്കുന്നതിൽ എന്റെ സഹോദരന്മാരോട് എനിക്ക് സന്തോഷമുണ്ട്. അതിലുപരി എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന സുഹൃത്തുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് വന്ന ആളാണ്. നല്ല കൊടിവെച്ച കാറുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ബിപിൻ സി ബാബു. ആ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന, കൊടിവെച്ച കാറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ബിപിൻ സി ബാബു ആലപ്പുഴയില് എന്റെ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നിരുന്നുവെങ്കിൽ കായംകുളം ഒന്ന് ഇളകി മറിയുമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കിട്ടിയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ആലപ്പുഴയിൽ വന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയുമോ, ഞങ്ങളെ കളപറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയിലെ കളകളുണ്ട്. സുധാരൻ സാറിനെയാണ് സൂചിപ്പിച്ചത്. കളകൾ പറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയില് നമ്മുടെ മോഹൻലാലിന്റെ ഷർട്ടില് ചോര. 2 മാധ്യമ പ്രവർത്തകർ ഒരുമിച്ചിരിക്കുന്ന ഹാളിൽ പെട്ടെന്ന് മോഹൻലാലിനെ കാണുമ്പോ ഷർട്ടിൽ മുഴുവൻ ചോര. അപ്പോ മാധ്യമ പ്രവർത്തകർ പറയുകയാണ്, സർ ഷർട്ടിൽ ചോര. അപ്പൊ മോഹൻലാൽ പറയാണ്, കഥാപാത്രം ലൂസിഫർ, എന്താണെന്ന് അറിയുമോ, കർഷകനല്ലേ മാഡം, കളവറയ്ക്കാൻ പോയതാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കൊല്ലാൻ പോയതാണ് എന്നർത്ഥം. ആലപ്പുഴ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വോട്ടൊഴുകി എന്നതിന്റെ പേരിൽ ഗോവിന്ദൻ മാഷ് ആലപ്പുഴയിലെ കളപറക്കാൻ തീരുമാനിച്ചപ്പോ എന്റെ ഒരു ചെറിയ പ്രസംഗമുണ്ടായി. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ ശരീരത്തിൽ ശ്വാസമുള്ളിടത്തോളം ഒരാളുടെ കളപറക്കാനും ഗോവിന്ദൻ മാഷ് അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവിടെ ധാരാളം നല്ല ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരികയാണ്. കരിവള്ളൂർ അവരുടെ സമരഭൂമിയാണ്. വയലാർ അവരുടെ സമരഭൂമിയാണ്. നിങ്ങൾക്കറിയുമോ, പുന്നപ്ര
അവരുടെ സമരഭൂമിയാണ്. പുന്നപ്രയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ 1-ാം സ്ഥാനത്ത്. അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്തിരുന്നവർ മുഴുവൻ താമരയിൽ വോട്ട് കുത്തിയിട്ട് നമ്മൾ 1-ാം സ്ഥാനം നേടി. 1.5 ലക്ഷം വോട്ടിൽ നിന്ന് 3 ലക്ഷം വോട്ടിലേക്ക് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും നമുക്ക് വോട്ട് നൽകി. എന്തുകൊണ്ട്? ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടല്ല, നരേന്ദ്രമോദിയെ കണ്ടിട്ടാണ്. കണ്ടല്ലൂരിലെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഒട്ടാകെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു. ഇത് മാറ്റമാണ്. ഈ മാറ്റം എന്തേ നിലമ്പൂരിന് വേണ്ടേ? ആ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ചോദിക്കുന്നത്. എത്രയോ വർഷം കർഷകർക്ക് വേണ്ടി പ്രവർത്തിച്ച, പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹം എന്താണ് പാർട്ടി മാറിയത്? പാർട്ടി എത്രയോ ആളുകൾ മാറിയിട്ടുണ്ട്. പാർട്ടി മാറുന്നത് എങ്ങനെയാണ്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അന്ധകാരം ബാധിച്ച ഒരു സ്ഥലത്ത് വെളിച്ചം സന്നിവേശിപ്പിക്കപ്പെടുന്നവൻ ആരാണോ അവനാണ് ഗുരു എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വാക്കുകളും പ്രവൃത്തിയും കഴിഞ്ഞ 11 വർഷത്തെ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മറ്റേ സ്ഥലത്ത് പോകുന്നില്ല, ഏതാ വേറൊരു രാജ്യത്ത്, അതുപോലെയല്ല നമ്മുടെ നരേന്ദ്രമോദി. എവിടെയും ഓടി ഒളിക്കില്ല, പൊറോട്ട അന്വേഷിച്ചു പോവില്ല, രാത്രിയിൽ കിടക്കുന്ന പായയില് കാണാതാവില്ല. എന്നിട്ട് നമ്മുടെ അന്നത്തെ എസ്പി പറഞ്ഞില്ല, ഓൻ എവിടെ പോയി കിടക്കുകയാണ് എന്റെ റബ്ബേ, ഞാൻ എവിടെന്നാ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ച് നെഞ്ചത്തെ കൈവച്ച പോലെയല്ല നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പോയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ലോകത്തിന്റെ വലിയ സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയെ കുറിച്ച് പറയുന്നത് നമ്മൾ 4ാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് മാറിയിരിക്കുകയാണ്. 26 മുസ്ലിം രാഷ്ട്രങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ കൈ പിടിച്ച് മുത്തം കൊടുക്കുകയും അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ബഹുമതികൾ നരേന്ദ്രമോദിക്ക് കൈമാറിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു, എന്താണ്? പൗരത്വ നിയമം വന്നു, ഈ അങ്ങാടിയിലെ കടകളെല്ലാം അടപ്പിച്ചു. പൗരത്വ നിയമം വന്നപ്പോ അറിവില്ലാത്ത പാവപ്പെട്ട മുസ്ലിം താത്തമാരോട് പറഞ്ഞു, എന്താണ്, നിങ്ങളെയൊക്കെ പുറത്താക്കാൻ പോവുകയാണ് RSSകാരൻ നരേന്ദ്രമോദി. വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പവുമില്ല. കാരണം പൗരത്വ നിയമം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവന്റെ ആധാർ കാർഡ് പരിശോധിക്കുന്ന ഒരു നിയമം മാത്രമാണ്. നിങ്ങൾ ഈ നാട്ടുകാരനാണോ അതോ 3 വയസ്സുള്ള പെൺകുട്ടിയെ പെരുമ്പാവൂരില് ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് താമസിച്ചവരാണോ? ആ ചോദ്യമാണ് ചോദിച്ചത്. ആ പൗരത്വ നിയമത്തിനെതിരെ മനുഷ്യരുടെ മനസ്സിലേക്ക് തീക്കനൽ കോരിയിട്ടുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ യുദ്ധപ്രഖ്യാപനം. എന്നാൽ ലോകത്ത് ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ഭാരതാംബ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. മുസൽമാന്റെ ഇന്ത്യ, ക്രിസ്ത്യാനിയുടെ ഇന്ത്യ, ഹിന്ദുവിന്റെ ഇന്ത്യ. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഭരണഘടന എന്ന് പറയുന്നത് മതമല്ല. എന്റെ ഭരണഘടന എന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണ്, ആവേശമാണ് എന്ന് പറഞ്ഞ ആ നരേന്ദ്രമോദിയുടെ നമ്മുടെ രാജ്യത്ത് നിലമ്പൂരിലും മലപ്പുറം ജില്ലയിലും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വലിയ മുന്നേറ്റമാണ്. വെള്ളവും വെളിച്ചവും റോഡും തോടും വീടും പദ്ധതികൾ ഞാൻ പറയുന്നില്ല, വിദ്യാഭ്യാസവും ശുചിമുറിയും ചികിത്സയും. മരുന്നെന്ന് പറഞ്ഞാൽ ആ മരുന്നെന്ന് പറയുന്നത് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആണ്. അവിടെ വരുമാനം നോക്കുന്നില്ല. എല്ലാ വീട്ടിലെയും 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പദ്ധതി. ചികിത്സ എന്ന് പറഞ്ഞാൽ ആ ചികിത്സ സൗജന്യമായിട്ട് നരേന്ദ്രമോദി പറയുകയാണ് കൊടുക്കണം. റെയിൽ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് നഞ്ചൻകോടിലേക്ക് 5.6 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് താളപ്പിഴയുണ്ടെങ്കിൽ അതിന് ജനങ്ങൾ പ്രതികരിക്കണം, അതിന് ജനങ്ങൾ സമരത്തിന് പോകണം. പ്രിയപ്പെട്ടവരെ നോക്കൂ, നിലമ്പൂർ റെയിൽവേ ലൈനിന്റെ ഇലക്ട്രിഫിക്കേഷൻ നടക്കുകയാണ്. ഇലക്ട്രിക് സബ് പാലക്കാട് കോഴിക്കോടിലെ ആ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പണി പൂർത്തിയാക്കുന്നതിനിടയിൽ നമ്മൾ കണ്ടു ദേശീയ പാത അതോറിറ്റിയുടെ ആളുകളുടെ വിട്ടുവീഴ്ച കൊണ്ടും ഈ കരാറ് സബ് ടെൻഡറായി എടുത്തിട്ടുള്ള കരാറുകാരന്റെ അഹങ്കാരം കൊണ്ടുമാണ് കേരളത്തിലെ റോഡ് തകർന്നു പോയത്. എടുത്തവന്റെ പേര് ഞങ്ങൾ പ്രഖ്യാപിക്കും. അവനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള തന്റെ ഇടമുള്ള മനുഷ്യനാണ് ശ്രീമാൻ നിതിൻ ഗഡ്കരി. ചർച്ച നടത്തി കഴിഞ്ഞു. ET മുഹമ്മദ് ബഷീർ അവിടെ കാണാൻ പോയപ്പോ നിങ്ങൾ ലീഗാണ്, കാണില്ല എന്നല്ല നിതിൻ ഗഡ്കരി പറഞ്ഞത്. നിതിൻ ഗഡ്കരി പറഞ്ഞു പരിഹാരമുണ്ടാകും. ഞങ്ങൾ കത്തയച്ചു, മറുപടി വന്നു, പരിഹാരമുണ്ടാകും. 272 ഞാൻ പറയുകയാണ്, NH 66
ആ NH-66 പോലും രാജ്യത്ത് തലങ്ങും വിലങ്ങും പോകുമ്പോ കേരളത്തിലെ റോഡില് കുഴിയുണ്ടായാൽ കേരളത്തിലെ ദേശീയപാത മര്യാദയ്ക്ക് പണിയാൻ സാധിക്കാത്ത ഒരു കോൺട്രാക്ടറെയും റോഡിൽ ഇറങ്ങി നടക്കാൻ BJP അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അതിനുള്ള തന്റെ ഇടം ഞങ്ങൾക്കുണ്ട്. കത്തയക്കേണ്ട സമയത്ത് ഞങ്ങൾ അയക്കും. ഇവിടെ തുവൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നു. അവരുടെ പരാതി കൃത്യമായിട്ട് ഞാൻ കൊടുത്തു. ആ പരാതി നിതിൻ ഗഡ്കരി പഠിച്ചു. അപ്പൊ വേറൊരു MP പോയി കണ്ടു, ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ടു. ഞാൻ പോസ്റ്റ് ഇട്ടില്ല. എന്താ കാരണം? ഞാൻ MP അല്ല, എനിക്ക് ഒപ്പിടാനുള്ള പേരെയും തന്നിട്ടില്ല. 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷെ ജനങ്ങൾ വോട്ട് കൂട്ടി തരുന്നുണ്ട്. ഒപ്പിടാനുള്ള പേര് നിങ്ങൾ കൊടുത്താൽ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നിലമ്പൂരിൽ ഒപ്പിടാനുള്ള ഒരു പേര് ഞങ്ങളുടെ പ്രിയപ്പെട്ട വക്കീലിന് നിങ്ങൾ കൊടുത്താൽ ഓരോ BJPയുടെ വോട്ടും അനുഭാവികളുടെ വോട്ടും നരേന്ദ്രമോദിയെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകുമ്പോ താമര ചിഹ്നത്തിൽ വോട്ട് നൽകിക്കൊണ്ട് ഇദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാശ്മീരിലെ വലിയ ഒരു റെയിൽവേ ലൈൻ ഉദ്ഘാടനം, അവിടെയും റോഡ് പണിയുന്നുണ്ട്, കുന്നും പുറത്തും റോഡ് പണിയുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും 12 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 4.5 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്ന് റോഡ് പണിയുന്നു. 8.5 മണിക്കൂർ കൊണ്ട് റോഡിൽ എത്തേണ്ട സ്ഥലത്ത് 2.25 മണിക്കൂർ കൊണ്ട് മനുഷ്യർ റോഡ് പണിഞ്ഞ് നന്നായി നടക്കുമ്പോ കേരളത്തിൽ മാനം മര്യാദയ്ക്ക് റോഡ് പണിയിപ്പിക്കാൻ പറ്റുമോ എന്ന് തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് സൂചന നൽകിക്കൊണ്ട് എന്താ കുറ്റം പറയാത്തത്? ആരാ സബ് ടെൻഡർ കൊടുത്തത്? റിയാസിന് പങ്കുണ്ട്. അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ സബ് ടെൻഡർ എടുത്ത ആളുകളെ കുറിച്ച് പറയാത്തത്. ആരാ മണ്ണ് കൊടുത്തത്, ആരാ കല്ല് കൊടുത്തത്, ആരാ പടിഞ്ഞത്? NHAIയുടെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് കരുതിയിട്ട് തെറ്റ് ചെയ്തവരെ കസേരയിൽ ഇരുത്താൻ സാധ്യമല്ല. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിലമ്പൂരിൽ നമുക്കൊരു മാറ്റമുണ്ടാക്കണം. ആ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള പ്രിയപ്പെട്ട എന്റെ സഹോദരന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം നൽകിയതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വലിയ ഒരു മാറ്റം അത് ഈ ഭാരതത്തിൽ ആഗമനം നടക്കുകയാണ്. അതിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ മനുഷ്യരിലേക്കും എത്തും. 300 പദ്ധതികൾ മോദിജി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം നിലമ്പൂരിൽ കൊണ്ടുവരാനും സ്വരാജ് ജയിച്ച് അവിടെ പോയാൽ എന്തെങ്കിലും ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ UDF പോകേണ്ട കാര്യമില്ല. VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് ബോൺവിറ്റ കൊടുക്കാൻ വേണ്ടി അവിടെ സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ ഒരു മാറ്റത്തിന് വേണ്ടി ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ, കാര്യങ്ങൾ പറയാൻ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു അനുവാദം കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും ഇവിടെ റംല സ്വീകരണം നൽകിയതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ആരാധ്യനായ NDAയുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ണിനോട് മല്ലടിക്കുന്ന മലയോര കർഷകന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സമുന്നത നേതാവായ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്ഥാനാർത്ഥിയെ ഷാളണിയിക്കുന്നതിന് വേണ്ടി ശശികുമാർ, മുരളീധരൻ, അനിൽകുമാർ, നവീൻ,